ലോകത്ത് ഈ കുട്ടിയുടെ അമ്മയേക്കാൾ മോശപ്പെട്ട സ്ത്രീ വേറെ ഉണ്ടാവില്ല. ഒരിക്കൽ കോഫി ഷോപ്പിൽ വെച്ച് ഈ കുട്ടി വിശന്നിട്ട് കരയാണ്. പക്ഷേ ഈ കുട്ടിയുടെ അമ്മ ഈ കുട്ടിയെ ഒറ്റക്കാക്കി പോയി ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഫി ഷോപ്പിലുള്ളവരെല്ലാം ഈ കുട്ടി ആരുടേതാ എന്ന് ചോദിച്ച് വഴക്ക് പറയുന്നത് കേട്ടാണ് ആ സ്ത്രീ ഓടി വന്ന് ഭയങ്കര സ്നേഹത്തിൽ എടുത്ത് സമാധാനിപ്പിക്കുന്ന പോലെ കാണിക്കുന്നു. അത് കഴിഞ്ഞ് കാറിൽ വന്ന ഉടനെ തന്നെ ആ കുട്ടിയോട് ദേഷ്യപ്പെടുന്നു. ഇത് കണ്ടിട്ട് കുട്ടി പേടിച്ച് കരച്ചിൽ നിർത്തുന്നു. വീട്ടിൽ വന്ന ഉടനെ തന്നെ ആ കുട്ടിയെ സോഫയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ അമ്മ പോവുകയാണ്. അപ്പോൾ കുട്ടിയുടെ അച്ഛൻ വന്നിട്ട് സ്നേഹത്തോടൊക്കെ സംസാരിക്കുകയാണ്. ഈ കുട്ടി അച്ഛൻക്കെങ്കിലും എന്നോട് സ്നേഹമുണ്ടല്ലോ എന്ന് കരുതാണ്. പക്ഷേ ഇവൻ കുട്ടിക്ക് എക്സ്പയർ ആയ ഫുഡാണ് മനഃപൂർവ്വം കഴിക്കാൻ കൊടുക്കുന്നത്. ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ആ വാവ അത് കഴിക്കുന്നില്ല. അപ്പോൾ ഇവൻക്ക് ദേഷ്യം വന്നിട്ട് ആ കുട്ടിയുടെ ഒച്ചത്തിൽ സംസാരിച്ച് പേടിപ്പിക്കുകയാണ്. കറക്റ്റ് സമയത്ത് തന്നെ 2 പോലീസുകാർ വന്ന് ഇവരുടെ വീടിൻ്റെ കോളിംഗ് ബെൽ അടിക്കുകയാണ്. കുട്ടിയുടെ ജനറൽ ചെക്കപ്പ് എടുത്തപ്പോൾ ബോഡിയിൽ മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. പോലീസുകാരെ കാണുമ്പോൾ ആ കുട്ടി അവൻ്റെ ജീവൻ രക്ഷപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ആ അമ്മ നേരത്തെ കൊച്ചിനെ സോഫയിൽ എടുത്തെറിഞ്ഞപ്പോൾ പരിക്ക് പറ്റിയിട്ടുണ്ട്. പോലീസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ മുറി കണ്ടാൽ രക്ഷപ്പെടും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അവർ ചെക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ആ കുട്ടിയുടെ അച്ഛൻ ഞാൻ ചൈൽഡ് ലൈഫ് ഫയറിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവൻ്റെ ഐഡിയ എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. ഇത് കേട്ടിട്ട് ഈ പേരൻസ് ഈ കുട്ടിയോട് ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് വിചാരിച്ച് ഈ കുട്ടിയെ ചെക്ക് ചെയ്യാതെ തന്നെ ആ പോലീസുകാർ അവിടെ നിന്നും പോവുകയാണ്. ഇവർ പോയാൽ എന്നെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ എന്ന് വിചാരിച്ച് ഈ കുട്ടി ഭയങ്കരമായിട്ട് കരഞ്ഞു കാണിക്കുകയാണ്. അത് കണ്ടിട്ട് പോലീസുകാർ ഈ കുട്ടി എന്തിനാ വെറുതെ കരയുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. അവർ പോയ ഉടനെ തന്നെ ഇനി കരഞ്ഞാൽ ഈ പേരൻസ് എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ച് ഈ കുട്ടി കരച്ചിൽ നിർത്തുന്നു. കുട്ടി വിചാരിച്ചതുപോലെ തന്നെ അവർ പോയ ഉടനെ തന്നെ അമ്മ വന്നിട്ട് നീ ജനിച്ചു മുതൽ ഞങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ടു, നീ ഞങ്ങളുടെ ജീവൻ എടുക്കാനായിട്ട് ജനിച്ചതാണ് എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ സോഫയിൽ നിന്നെടുത്ത് താഴേക്ക് എറിയുന്നു. അത് കഴിഞ്ഞ് ഒരു പില്ലോ എടുത്ത് ആ കൊച്ചിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. ആക്ച്വലി ഒരുത്തന് കുറേ വർഷങ്ങളായിട്ട് ജോലിയൊന്നും കിട്ടാതെ വിഷമിച്ച് ആത്മഹത്യ ചെയ്യുന്നു. ഇവർ മരിച്ച് നരകത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ റാണി ഭൂമിയിലെ ഓരോരുത്തരുടെയും ജീവിതം മനസ്സിലാക്കാൻ വേണ്ടി ഇവർക്ക് 12 ലൈഫ് കൊടുക്കുകയാണ്. ഈ 12 ലൈഫും ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇതിൽ 1ാമത്തെ ലൈഫാണ് ഈ കുഞ്ഞിൻ്റേത്. ഇത്രയും മോശമായ ആൾക്കാരുള്ള ഈ ലോകത്തെ ജീവിക്കാൻ പറ്റുന്നത് തന്നെ ഒരു വരവാണെന്ന് പറഞ്ഞ് 12ാമത്തെ ലൈഫ് ഇവൻ്റെ അമ്മയുടെ ബോഡിയിലേക്കാണ് ഇവനെ പറഞ്ഞയക്കുന്നത്. ഇവൻ ആത്മഹത്യ ചെയ്ത കാരണം ഇവൻ മരിച്ചു കഴിഞ്ഞിട്ട് അവൻ്റെ അമ്മ അനുഭവിക്കേണ്ടി വരുന്നതൊക്കെ അമ്മയുടെ ബോഡിയിൽ നിന്ന് ഇവൻ കാണുന്നു. അമ്മ സൈക്കിൾ കണ്ടിട്ട് ഇവൻ്റെ തെറ്റ് ഇവൻ മനസ്സിലാക്കി ആ റാണിയോട് മാപ്പ് പറയാണ്. ഇവൻ്റെ തെറ്റ് ഇവൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ റാണി ഇവൻ്റെ ലൈഫ് ഇവനെ തിരിച്ചു കൊടുത്ത് ഭൂമിയിലേക്ക് അയക്കുന്നു.